மேடம் டைரக்டர் கூப்பிடுறாங்க, நீங்க ரெடியா? யாரோ போட்டோ எடுத்துட்டாங்க. ஏய் புடிங்கடா, புடிங்க அவனை. அவனை விடாதீங்க, புடிங்க. வாடா ஓடி வாடா, புடிங்கடா. எந்த பிரச்சனை? இவன் ஒளிஞ்சிருந்த மேடத்தோட போட்டோ எடுத்துட்டான். கொஞ்ச நாளா பாக்குற கேமராவோட இங்கேயே சுத்திட்டு இருக்கான். ആഹാ, താനായിരുന്നോ? അപ്പൊ ഇതായിരുന്നല്ലേ തന്റെ ഉള്ളിലിരിപ്പ്? ഒരു ഫോട്ടോ എടുത്ത് വെച്ച് ആകാശം അടിക്കണോ? ഷട്ട് അപ്പ്. എന്റെ അനുവാദം ഇല്ലാതെ നീ ഫോട്ടോ എടുക്കലടാ. ആസ്കൽ. മുറിയാടാ. ഈ കേസ് ഞങ്ങൾക്ക് വിട്ടേക്ക്. ഇവൻ ഞങ്ങളുടെ അപ്പച്ചിയുടെ മോനാ. നേരത്തെ അച്ഛൻ, ഇപ്പൊ അപ്പച്ചിയുടെ മോൻ. എല്ലാരും കൂടി ഇത് കുളവാക്കി അടങ്ങുമല്ലേ? നാശം. എടാ കൊറേ കാലായി നിനക്ക് രണ്ട് തരണെന്ന് വിചാരിച്ചിട്ട്. എടാ പൂത്തക്കോടന്റെ മോനെ, നീ എന്തിനാടാ ഞങ്ങളുടെ യമുനയുടെ പടെടുത്തത്? മനസ്സുണ്ടായിട്ട് പോയി വല്ല പാറ്റയുടെയോ പല്ലിയുടെയോ പാറക്കൂട്ടത്തിന്റെയോ പടമെടുക്കാൻ പാടില്ലായിരുന്നോടാ പറട്ടെ. നിന്റെ തന്ത പൂത്തക്കോടനെ കാണിക്കാനാണോടാ യമുനയുടെ ഫോട്ടോ? നീ കളിക്കാം. നിന്നെ ചെന്ന് കൊല്ലാം. ആരാ ഫോൺ ചെയ്തത്? ആരാ പീഡിപ്പിച്ചത്? പീഡനത്തിനിരയായ മിസ് യമുന റാണി എവിടെ? ഇവിടെ ആരെയും പീഡിപ്പിച്ചിട്ടൊന്നുമില്ല. എന്റെ അനുവാദം ഇല്ലാതെ ഹീറോയിന്റെ ഫോട്ടോ എടുത്തു. സമ്മതമില്ല. സ്ത്രീകളുടെ ഫോട്ടോ എടുക്കുന്നത് സ്ത്രീ പീഡനത്തിന്റെ വകുപ്പിൽ പെടും. എവിടെ അവൻ? അത് ശരി, മുണ്ടും ഷർട്ടും ഒക്കെ ഊരി കളഞ്ഞിട്ട് ബലാത്സംഗം നടത്തിയായിരുന്നു നിന്റെ ഉദ്ദേശം അല്ലടാ? ഞാനല്ല സർ, ഞാൻ ഫിലിം സ്റ്റാർ കൃഷ്ണകുമാർ. ഈ പടത്തിൽ ഭ്രാന്തനായിട്ട് അഭിനയിക്കുന്നു. ഭ്രാന്തനായിട്ട് ജീവിക്കുന്നു എന്ന് പറ. ഒറിജിനൽ ഭ്രാന്തനെ തന്നെ നിങ്ങൾ കണ്ടുപിടിച്ചു അല്ലേ? ആരും ചിരിക്കരുത്, ശബ്ദം ഉണ്ടാക്കരുത്. സാർ ഇവനാണ് ഫോട്ടോ എടുത്തത്. ഞങ്ങൾ അവനെ കൈകാര്യം ചെയ്തു. വെരി ഗുഡ്. താങ്ക് യു. പേരെന്താ പറഞ്ഞത്? ഗോപകുമാർ. നീയാണോ? നീയൊക്കെ നിയമം കയ്യിലെടുക്കൂല. ഇതാണ് ഇടിവെട്ട് ഇന്ദ്രജിത്ത്. മനസ്സിലായോ? ഈ സ്റ്റേഷൻ അതിർത്തിയിൽ ഏത് പാതിരാത്രിക്കും സ്ത്രീകൾക്ക് സ്വൈരമായിട്ടും സമാധാനമായിട്ടും വിഹരിക്കാം. ഞാൻ ഇവിടെ SI ആയിരിക്കുന്നിടത്തോളം കാലം സ്ത്രീ എന്റെ ഒരു വീക്ക്നെസ് ആണ്. കുംഭകോണം നടത്തിക്കോ, ഈ ഇന്ദ്രജിത്ത് കണ്ണടയ്ക്കും. കള്ളപ്പണവും കള്ളവാറ്റും ആയിക്കോ, ഇന്ദ്രജിത്ത് മൗനം പാലിക്കും. പക്ഷേ സ്ത്രീയുടെ പാതിവൃത്യത്തെ തൊട്ട് കളിച്ചാൽ ഞാൻ അഗ്നിയല്ല, അഗ്നി. സ്ത്രീ അവൾ അമ്മയാണ്, പെങ്ങളാണ്, ദേവിയാണ്, പ്രകൃതിയാണ്. അവൾ സർവസ്വമാണ്. ചേട്ടാ SI അല്ലേ, സാരില്ല. സോറി പെങ്ങളെ. ബെസ്റ്റ് വിഷസ്. കർത്താവേ, ഇയാൾക്ക് വട്ടാന്നാ തോന്നുന്നു. ഷൂട്ടിംഗ് നടത്തിക്കില്ലേ? ഇയാള് പഴയൊരു നാടക നടനാ. മിണ്ടണ്ട, സ്ഥലം SI അല്ലേ? കോൺസ്റ്റബിൾസ്, ഇവനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി മൂക്ക് കൊണ്ട് തറയിൽ 1000 പ്രാവശ്യം അമ്മ എന്ന് എഴുതിച്ചിട്ട് വിട്ടേക്കും. എവിടെ യമുന റാണി? മൂക്കുകൊണ്ട് 1000 പ്രാവശ്യം അമ്മ അമ്മ. എക്സ്ക്യൂസ് മീ മാഡം, ഐ ആം ഇന്ദ്രജിത്ത്. ദാ ഒരു മനുഷ്യാധമൻ ഒപ്പിയെടുക്കാൻ ശ്രമിച്ച മാഡത്തിന്റെ അങ്കലാവണ്യം നശിപ്പിച്ചു കളഞ്ഞിരിക്കും. താങ്ക് യു. ഇഫ് യു ഡോണ്ട് മൈൻഡ്, മാഡത്തിന്റെ ഒരു ഓട്ടോഗ്രാഫ് എനിക്ക് വേണം. ദാ. നോക്കണ്ട, മാഡത്തിന്റെ ഫോട്ടോ തന്നെയാണ്. മാഡത്തിന്റെ എല്ലാ ഫിലിംസും ഞാൻ കാണാറുണ്ട്. ഇനി ഷൂട്ടിംഗ് കഴിഞ്ഞ് മാഡം മടങ്ങുന്നവരെ മാഡത്തിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാതെ ഞാൻ നോക്കിക്കൊള്ളാം. താങ്ക് യു ആൻഡ് സോ നൈസ് ഓഫ് യു. താങ്ക്സ്. ഇതുവരെ തല്ല് കൊടുത്തിട്ടേ ഉള്ളൂ, വാങ്ങിയിട്ടില്ല. കണ്ടവന്റെ തല്ലും വാങ്ങി പോലീസിന്റെ ഇടിയും കൊണ്ട് മൂക്കിന്റെ പാലവും തകർത്തോണ്ട് വന്നിരിക്കുന്നു എരപ്പാടി. നത്ത് ഇലയ്ക്കും പോലെ എന്തോന്നാടാ ഇത്? മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയെ പറയടാ. അയ്യോ അച്ഛാ, പോലീസുകാർ ഇടിച്ചില്ല, മൂക്ക് കൊണ്ട് 100 പ്രാവശ്യം അമ്മ എന്നെഴുതിച്ചതേ ഉള്ളൂ എന്നാ ഏട്ടൻ പറയണേ. 100 അല്ല 1000 പ്രാവശ്യം എഴുതിച്ചു. നന്നായി. ഒരു പ്രാവശ്യമെങ്കിലും നീ എന്നെ സ്നേഹത്തോടെ അമ്മയെന്ന് വിളിച്ചിട്ടുണ്ടോ? ആ ഇൻസ്പെക്ടർക്ക് നന്ദി പറയണം. പോസ്റ്റ്. വീട്ടിലോട്ട് വരാനേ തോന്നുന്നില്ല.
അതെ അതെ സത്യം എടുത്തി പറഞ്ഞത്. ഭാസ്കര നാളെ 7 മണിക്ക് കറത്രേ. നാളെ സ്റ്റണ്ടാ. ഇന്നത്തെ ലവ് സീൻ കലക്കി. യമുന വൈകുന്നേരം ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. എവിടാറാണെങ്കിൽ ഇപ്പൊ നമ്മളില്ലാതെ വയ്യതായിരിക്കും. നമുക്കും അങ്ങനെയാണല്ലോ. അച്ഛാ യമുന റാണി പറയാണ്. അച്ഛാ അമ്മാവാ അമ്മവാ അച്ഛാ 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 നമ്മുടെ അച്ഛൻ പോയടാ. ദൈവമേ ഞാനിത് എങ്ങനെ സഹിക്കും? അറിയിക്കേണ്ടവരൊക്കെ അറിയിക്കേട്ടാ എന്റെ അച്ഛാ. വടിയായില്ല. ഇല്ല, അച്ഛൻ ചത്തിട്ടില്ല മക്കളെ. പക്ഷേ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കുന്നുള്ള അവസ്ഥയായി. ഇതാ എന്താ സിനിമാ നടന്മാർക്കൊന്നും നാവില്ലേ? ഫോൺ ബില്ല് എഴുതി വന്നിരിക്കുക. ചെറിയ തുകയുള്ളൂ, 24,639 റുപ്യ. അയ്യോ 24,639 രൂപയെന്ന്. 24,639 രൂപയെന്ന്. വയറില്ലാത്ത മൊബൈലിന് ഇത്രയും രൂപയോ? ഇന്നാ നേരിട്ട് കണ്ട് പറയേണ്ടതും ഒരു കാർഡിൽ എഴുതി ഇടേണ്ടതും ഒക്കെ എല്ലാവരും ഫോണിലല്ലേ വെച്ച് താങ്ങിയത്. ഹോ, എന്തൊരു അത്യാവശ്യമായിരുന്നു ഫോണിന്. കൊണ്ടുപോയി അടക്കേ. ഞമ്മളോടാ കളി. ഹൈദ്രോസ് ആഹാ, 3 ബിലീസുകളുണ്ടല്ലോ ഇവിടെ. മഹിഷി പരമേശ്വരൻ പിള്ള സാറേ. മഹിഷിയല്ല മുൻഷി. എന്ത് ഹലാക്കെങ്കിലും ആകട്ടെ. ദേ സാറ് ഞമ്മളോട് ക്ഷമിക്കണം. എന്താടാ ഹമുക്കികളെ ഇടപാട് തീർക്കാണ്ട് മുങ്ങി നടക്കണത്? മൂപ്പരെ TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, സോഫ, കസേര എന്ന് വേണ്ട എല്ലാ ലൊട്ടിലൊടുക്കും കൂടി 1,16,000 ഉറുപ്പ്യ ഞമ്മക്ക് കിട്ടാനുള്ളതാ. പിന്നെ പലിശ. ഞമ്മള് കടം കൊടുത്തത് ഇവരുടെ ഉദ്യോഗവും പത്രാസം കണ്ടിട്ടൊന്നുമല്ല. പിന്നെന്താ, നിങ്ങൾ ഒറ്റ ഒരാളെ ഓർത്തിട്ടാ ഞമ്മടെ കായ് തരണണ്ട. എന്നോടൊരു വാക്ക് ചോദിക്കാതെ കൊടുത്ത കടത്തിന് ഞാൻ ബാധ്യസ്ഥനല്ല. അതേ, എത്രയും പെട്ടെന്ന് പണം കൊടുത്ത് ഇടപാടുകാരെ ഇവിടുന്ന് ഒഴിവാക്കണം. വലിയ സിനിമാക്കാരല്ലേ, കാശുണ്ടാവുമല്ലോ. അപ്പുറത്ത് താമസിക്കണ നടിയും നിങ്ങളും തമ്മിൽ ലോഹ്യത്തിലാണെന്ന് ഇവിടെ ഒരു പഹയ സിനിമയിൽ അഭിനയിച്ചു എന്നൊക്കെ ഞമ്മളും കേട്ടല്ലേ. അത് ഞാനാ. ആഹാ, അപ്പൊ പണം കിട്ടിക്കാണുമല്ലേ? എണ്ണി വെക്കി. ഐദ്രസ്ക 1 മാസത്തെ അവധി കൂടെ. ഒന്നും പറയണ്ട. കടം കൊടുത്താ ഇടം കൂടി കൊടുക്കണം എന്നല്ലേ പറയണത്? അങ്ങനെ പറയണണ്ട. ഉണ്ടിക്ക എന്നാ ഞമ്മടെ കിതാബിൽ അങ്ങനെ പറയണില്ല. കടം തന്നാ മേടിക്കാ ഈ ഹൈദ്രോസിന് അറിയാം. കാതറൂട്ടിയെ ഇങ്ങോട്ട് ഇറങ്ങി പാടാ. ഈ അകത്തേക്ക് എന്നാ ടിവിയും ഫ്രിഡ്ജും കസേരയും ഒക്കെ എടുത്ത് പുറത്തേക്ക് ഇട്. അയ്യോ സാധനങ്ങൾ തീർക്കാൻ ഞങ്ങൾ സമ്മതിക്കൂല. നിങ്ങളുടെ സമ്മതം ആരെങ്കിലും ചോദിച്ചാ പാടാ കാതറൂട്ടിയെ. നിങ്ങൾ ബഹളം ഉണ്ടാക്കരുത്. അതാണ് ഞമ്മൾ പറയുന്നത്. അങ്ങനെ വേണം, അങ്ങനെ വേണം. കാണടി പൂരം, മുനുഷിയുടെയും മക്കളെയും ഒരു ഗതി.